കൂടുതൽ ആശമാർ ഡ്യൂട്ടിക്കെത്തിയെന്ന നാഷണൽ ഹെൽത്ത് മിഷൻ 525 ആശമാർ സമരത്തിൽ നിന്നും പിന്മാറി തിരികെ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് കൂടുതൽ പേർ ഡ്യൂട്ടിയിലെത്തിയെന്നും NHM വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, സമരം ആശാവർക്കർമാർ തുടരുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് എത്താത്തവർക്ക് പകരം വോളണ്ടിയർമാരെ നിയമിക്കുമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിന് പിന്നാലെയാണ് ഇന്ന് ചില കണക്കുകൾ കൂടി NHM പുറത്തുവിട്ടിട്ടുള്ളത്. കൂടുതൽ ആശമാർ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് NHM വ്യക്തമാക്കുന്നത്. 525 ആശാ വർക്കർമാർ സമരത്തിൽ നിന്നും പിന്മാറിയെന്നും തിരികെ ഇവർ ജോലിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് NHM നൽകുന്ന വിശദീകരണം. ഇന്ന് കൂടുതൽ പേർ ഡ്യൂട്ടിക്ക് കയറിയെന്നും NHM നല്ല വിശദീകരണം നൽകുന്നുണ്ട്. ഡ്യൂട്ടിക്ക് എത്താത്തത് 5% മാത്രമെന്നുള്ളതാണ് NHMന്റെ ന്യായീകരണം. പ്രത്യേകിച്ച് ഈ സമരം തുടങ്ങി ഏകദേശം 15 ദിവസത്തോളം ആകുന്ന സാഹചര്യം തുടരുന്നുണ്ട്. സമരത്തിൽ കൂടുതൽ പ്രാതിനിധ്യം എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആളുകൾ സമരത്തിൽ നിന്നും വിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള വിശദീകരണം ഇവർ നൽകുന്നത്. പക്ഷെ ആശാ വർക്കർമാർ അറിയിക്കുന്നത് യാതൊരു രീതിയിലും ആരും സമരത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല, ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. അനിശ്ചിതകാല പണിമുടക്ക് തുടരുകയാണ് തങ്ങൾ എന്നുള്ള നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ സമരപന്തലിലേക്ക് നേരിട്ടെത്തി കേന്ദ്രത്തെ ഈ വിഷയം ധരിപ്പിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചൊരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ആശാ വർക്കർമാരുടെ സമരം എന്ന രീതിയിൽ 525ഓളം വരുന്ന ആശമാർ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നു മുതൽ ജോലിക്ക് പ്രവേശിച്ചു തുടങ്ങി എന്നുള്ള വിശദീകരണം NHMന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.